ചേട്ടത്തിയേ. ഓ ശരിയാന്നോടി. ചിക്കൻ കറിയാന്നോ? ഓ ഇനിയിപ്പൊ ആവാനോ, അമേരിക്കക്കാരൊക്കെ ആയിട്ടല്ലേ ബന്ധം പിടിച്ചേക്കുന്നത്. ഓ ഇതിവിടെ മേടിച്ചതല്ലടി കൊച്ചേ, മോനുന്റെ കൂടെ പഠിച്ച എൽദോസ് ഇല്ലേ? ഏത് താഴത്തെയോ? കൊല്ലംപറമ്പത്തെ ജോസ് ചായന്റെ. ആ ശരിക്കും അവർക്ക് പറമ്പിന്നുള്ള ആദായം മതി. പക്ഷെ ഈ എൽദോസ് ഉണ്ടല്ലോ, അവൻ മിടുക്കന. അവൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാം അങ്ങോട്ട് ഇട്ട് ഇപ്പൊ 500 കോഴിയെങ്കിലും ഉണ്ട്. ഇന്നലെ മോനുട്ടന്റെ കല്യാണം പറയാൻ ചെന്നപ്പോഴത്തേക്കും കൊടുത്തു വിട്ടതാ. കല്യാണം ആയതിലും നല്ല ബന്ധം കിട്ടിയതിലൊക്കെ അവനും വലിയ സന്തോഷമായി പോലും. അത്രേ അനുഭവിച്ചല്ലോടി എന്റെ കൊച്ചെ. സ്കൂളിൽ പോയച്ചും വരുമ്പോ ഈ എൽദോയും കൂട്ടുകാരും ഒക്കെ എന്നാക്കിയ കറി കൊണ്ടുവരുന്നതെന്ന് എന്റെ കൊച്ചു എന്ന് പറയുമ്പോണ്ടല്ലോ എനിക്കൊരു വേദനയാണ്. ഒത്തിരി ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതിലൊന്നുമല്ല, എന്റെ കുഞ്ഞാഗ്രഹിച്ച പോലെ നല്ലൊരു ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരു തക്കാളിക്കറിയോ ഒരു മോരുകറിയോ ഇനി ഈ വെളിച്ചെണ്ണ ഒഴിച്ചിത്തിരി ചോറ് കൊടുത്താ അതും ഒരു പരാതി ഇല്ലാതെ കഴിച്ചുകൊണ്ട് കിടക്കും എന്റെ കൊച്ചു. അവനല്ലെങ്കിലും ദേവാദിനുള്ളവനാ. ഇതെവിടുന്ന ചേർത്തി? അത് ഇവൻ അച്ചാർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവര് കൊടുത്തു വിട്ടതാ. ബീഫ്, ടൂണ, ഡേറ്റ്സ്, നട്ട്സ്, എന്തിന് കറിവേപ്പിലയുടെ അച്ചാർ വരെ ഉണ്ട്. നല്ല നാടൻ ടേസ്റ്റാ കേട്ടോ. ഇത് അവരുണ്ടാക്കിയതാണോ? എന്റെ പൊട്ടി, അതിന്റെ പേര് നോക്ക്. ഇതാണ് നയാര പിക്കിൾസ്. ഇവരെല്ലാം നോക്കി മേടിക്കുന്ന കൂട്ടത്തിലാ. ഇത് നല്ല ബ്രാൻഡാ പോലും. ഇത് ഈ ഓൺലൈനിൽ ആമസോണിലും മറ്റുമൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ഇന്ത്യയിൽ എല്ലായിടത്തും ഫ്രീ ഡെലിവറി ആണ്. പുറത്തോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഡെലിവറി ഉണ്ട്. അനിയത് 1-2 എടുത്തോണ്ടു പിള്ളേർക്ക് സ്കൂളിലെങ്കിലും കൊടുത്തു വിടാലോ. നല്ല ബന്ധം കിട്ടിയതേ എന്റെ ചേട്ടത്തിയുടെ കൂടെ മനസ്സിന്റെ. ഇങ്ങനെ എന്ത് കിട്ടിയാലും പങ്കിട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സില്ലേ, അതുകൊണ്ടുകൂടെയാണ്.